നമസ്കാരം. താങ്കളെ ഭർത്തി ക നാം ഗാഡി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപകടങ്ങളുടെ കഥകൾ, ആത്മാക്കളുടെ അനുഭവങ്ങൾ. സുഹൃത്തുക്കളെ, തെറ്റ് ആർക്കും സംഭവിക്കാം. പക്ഷേ അത് തിരുത്താനുള്ള അവസരം വളരെ കുറച്ച് പേർക്ക് ലഭിക്കൂ. ഈ പരിപാടി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ സ്വന്തം തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ട്, അതുമല്ലെങ്കിൽ അശ്രദ്ധം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരുടെ കഥയാണിത്. എനിക്കല്പം ഭയമുണ്ട്. അതുകൊണ്ട് നിങ്ങളും ധൈര്യം സംഭരിച്ചേ മതിയാവൂ. കാരണം നമ്മൾ ഈ പരിപാടിയിൽ ആരോടാണോ സംസാരിക്കാൻ പോകുന്നത്, അവരിപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ഇന്നത്തെ നമ്മുടെ അതിഥിയുടെ പേരാണ് നിർദോഷ് കുമാർ. വരൂ, നമുക്ക് നമ്മുടെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാം. അപ്പോ നിങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇതെന്റെയും ആദ്യത്തെ അഭിമുഖമാണ്. നിർദോഷ് സാർ, അപ്പോ വന്നോ? ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അല്പം നെർവസാണ്. ആദ്യമായതുകൊണ്ടാ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. ഇത് പിടിക്കൂ. നോക്ക്, പേടിപ്പിക്കരുത്. പേടിച്ചാൽ നമ്മൾ അങ്ങനെ സംസാരിക്കും. എന്തായാലും നന്ദി. വെള്ളം ഒറിജിനലാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താങ്കളുടെ ഈ പേര് നിർദോഷ് കുമാർ കുറച്ച് വിചിത്രമല്ലേ? ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അതെ, പിന്നെ കഥ കേൾക്കാനല്ലേ വന്നത്. താങ്കൾ കഥ പറയൂ, ഞങ്ങൾ കഥ കേൾക്കാം. അതൊരു ഒറ്റവരി പാതയായിരുന്നു. ഞാൻ രാത്രിയിൽ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. എൻ്റെ ഇളയ കുട്ടി പിങ്കിയുടെ പിറന്നാളായിരുന്നു. എല്ലാവരും ഞാൻ കേക്ക് കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ ഇടതുവശത്തായിരുന്നു. സ്പീഡും സാധാരണമായിരുന്നു. എൻ്റെ എതിരെ വന്നുകൊണ്ടിരുന്ന ലോറിയുടെ പുറകിൽ നിന്ന് വന്ന വാഹനം ഞാൻ വരുന്നത് ശ്രദ്ധിക്കാതെ ലോറിയെ മറികടന്നു വന്നു. പിന്നീട് ഞാൻ സ്വർഗത്തിലെത്തിയപ്പോൾ എന്നെപ്പോലെയുള്ള അനേകം പേരെ കാണാൻ സാധിച്ചു. വേറെ ആരുടെയൊക്കെയോ അശ്രദ്ധ മൂലം ജീവൻ നഷ്ടപ്പെട്ടവർ. ഞങ്ങൾക്ക് നിർദോഷ് എന്ന് പേരുമായി. വളരെ ഭയപ്പെടുന്ന കഥയാണ് നിങ്ങളുടെ. കേട്ടിട്ട് സങ്കടം തോന്നി. ശരി, എന്നാ ഒരു കാര്യം പറയൂ. ഇത്തരമൊരു ദുർവിധി മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ലല്ലോ. അതിന് വഴിയുണ്ട്. ഡിഫെൻസീവ് ഡ്രൈവിംഗ്. എന്നുവെച്ചാൽ നമ്മുടെ വാഹനത്തിനൊപ്പം വഴിയിലുള്ള മറ്റുള്ളവരെയും കൂടി ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്നതാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്, അല്ലേ? അതെ, തീർച്ചയായും. അതായത് ലോറിയുടെ പുറകെ വന്ന കാർ ശരിക്കും ഓവർടേക്ക് ചെയ്തിരുന്നെങ്കിൽ, അമിത വേഗമല്ലായിരുന്നെങ്കിൽ, ഹോൺ അടിച്ച് റോഡ് ക്ലിയർ ആവുന്നത് വരെ കാത്തിരുന്നുവെങ്കിൽ, ആ കാർ ഓടിച്ചിരുന്ന മാന്യൻ ഒരു ഡിഫെൻസീവ് ഡ്രൈവർ ആയിരുന്നെങ്കിൽ, താങ്കൾക്ക് താങ്കളുടെ മകൾ പിങ്കിയോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാമായിരുന്നു, അല്ലേ? തീർച്ചയായും. റോഡിലെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ സുരക്ഷിതമായി എത്തിയേനെ, ജീവനോടെയും സന്തോഷത്തോടെയും. ചിലർ ഓവർ സ്പീഡ് മൂലം ജീവൻ നഷ്ടപ്പെടുത്തുന്നു. ചിലർ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു, ഉറക്കെ പാട്ട് വെച്ചുകൊണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും കുറഞ്ഞത് 17 പേരുടെയെങ്കിലും ജീവൻ റോഡിൽ പൊലിയുന്നുണ്ട്. ശരിയാണ്. 2016 ഏകദേശം 4,80,000 ആളുകൾ റോഡ് അപകടങ്ങളിൽപ്പെട്ടു. അതിൽ നിന്ന് 1,50,758 ആളുകൾക്ക് ജീവൻ നഷ്ടമായി. എന്നെ പോലെയുള്ള നിർദോഷികൾ. ഈ പരിപാടിയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതേപോലുള്ള ആളുകളായിരിക്കും നമ്മുടെ അതിഥികൾ. നമുക്കൊപ്പമുണ്ടായിരുന്നവർ, ഇപ്പോൾ ഇല്ലാത്തവർ. എന്ത് കാരണം കൊണ്ടില്ല, അതറിയാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഒപ്പം സുരക്ഷിതമായി എങ്ങനെ വാഹനം ഓടിക്കാമെന്നും പഠിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മളും നമുക്കൊപ്പം സഞ്ചരിക്കുന്നവരും സുരക്ഷിതമായി ഇരിക്കാനായി. അപ്പോൾ അതുവരെ ഓർമ്മയിൽ വെക്കുക നമ്മുടെ ഇന്നത്തെ ബമ്പർ സ്റ്റിക്കർ. വഴി ഒരാളുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ്, എല്ലാവരുടേതുമായിരുന്നു, എല്ലാവരുടേതുമായിരിക്കും. ഡിഫെൻസീവ് ഡ്രൈവിംഗ് പ്രകാരം വാഹനം ഓടിച്ചാൽ കാർ, ബൈക്ക്, കാൽനടക്കാർ, സൈക്കിൾ യാത്രക്കാർ എല്ലാവരുടെയും ജീവൻ സുരക്ഷിതമായിരിക്കും. കണ്ടില്ലേ? ശ്രദ്ധിക്കുക. അടുത്ത തവണ മറ്റൊരു ആത്മാവിനൊപ്പം വീണ്ടും കാണാം, അദ്ദേഹത്തിന്റെ സ്വന്തം പുതിയ കഥയുമായി. ഇത്രയേ ഉള്ളൂ.